എന്തായാലും മക്കളെ എന്ത് പറ്റി? എല്ലാവരും ഉണ്ടല്ലോ, പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ മക്കളെ അമ്മമ്മ കുറച്ച് മുറുക്കാനൊക്കെ വാങ്ങാൻ പോയിരുന്നു. ഇടുക്കി മക്കളൊക്കെ ഇടുക്കി ഓക്കെ അമ്മമ്മ ഇരുന്നിട്ട് അമ്മ കഥ പറയാം കേട്ടോ. ആർക്കാ ഇനി ആ കഥകളെല്ലാം ഓർക്കാനല്ലേ പറ്റത്തുള്ളൂ. അയ്യോ കാലൊക്കെ ഭയങ്കര വേദന കേട്ടോ. എന്തോ ഒരു വേദന. എന്താണ് അമ്മ വേദന കഥകൾ കേൾക്കാനായിട്ടൊക്കെ കൊച്ചുമക്കളൊക്കെ അച്ഛനെ ഇരിക്കുന്നത്? എന്താ 19 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷമല്ല 10-60 വർഷമായിരുന്നു തോന്നുന്നു കേട്ടോ. അന്ന് എൻ്റെ കൊച്ചുമോളുടെ അപ്പൂപ്പൻ എൻ്റെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സമയത്ത് ഒരുപാട് പേരൊക്കെ എന്നെ അത് കണ്ട് നല്ല സുന്ദരിയായിരുന്നു ഞാൻ. അപ്പോൾ അവസാനം എൻ്റെ അപ്പൂപ്പൻ്റെ കണ്ണിലാണ് എന്നെ പെട്ടത്. അപ്പൂപ്പനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കാനായിട്ട് വന്നു. പെണ്ണാലോചിക്കാൻ വന്നപ്പോൾ എന്താ പിള്ളേരെ അവിടെ എന്തായാലും പ്രശ്നം? നമ്മളുടെ കഥയൊന്നും കേൾക്കണ്ടേ? ഇതിൻ്റെ കടന്ന് ചിലക്കുന്നതിന് ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞ പിന്നെ എൻ്റെ ഇടയിൽ കടന്ന് ചിലക്ക് പോയാൽ എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ഓക്കെ ശരി, അമ്മയുടെ കഥ വേണം കേട്ടോ. അന്ന് ഒരു കാലത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്നു അപ്പൂപ്പൻ പെണ്ണാലോചിക്കാനായിട്ട് വന്ന് നോക്കിയപ്പോൾ കാണാൻ എൻ്റെ അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണമല്ലേ, പെണ്ണിനെ കണ്ടിട്ടെനിക്കല്ലേ ചെറുക്കൻ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പം ചെറുക്കൻ വന്നിട്ട് ഇങ്ങനെ നോക്കി ഏതാണ് പെണ്ണെന്ന്. ഞാനങ്ങ് അകത്തിരിക്കുക. അപ്പൂപ്പന് തിന്നാനായിട്ട് ഉണ്ടംപുരിയും മറ്റുമുറുക്കും പിന്നെ പഴംപുരിയും കുറേ പുരികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നു. ആ പാത്രം കൊണ്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തോട് തിന്ന് ചായ കൊടുക്കാനായിട്ട്, ചായ സൽക്കാരം ഉണ്ടല്ലോ പെണ്ണ് കാണല്, അപ്പൂപ്പൻ്റെ അടുത്തോട് കൊണ്ട് ഞാൻ വെച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ കണ്ണൊന്നും കണ്ടുകൂടാ. ആ പൊട്ടക്കണ്ണിയായിട്ടല്ല, ഞാൻ മുഖത്തും നാണക്കേടായിരുന്നു. എനിക്ക് നാണം കൊണ്ട് ഞാൻ ഇങ്ങനെ കാലുകൊണ്ട് കളം വരച്ചുകൊണ്ടിരുന്നു. കളസമല്ല കളം വരച്ചുകൊണ്ടിരുന്നു. അകത്ത് പോയി കതവിൻ്റെ പിന്നിൽ ഞാൻ പോയി ഒളിച്ചു നിന്ന് ഞാൻ നോക്കി.